നമസ്കാരം. കോൺഗ്രസ്സുകാരെ സംരക്ഷിച്ചും അവരുടെ അഴിമതി മൂടിവെച്ച് മനോരമയ്ക്ക് ഒടുവിൽ അതിന് ബലി കൊടുക്കേണ്ടി വന്നത് സ്വന്തം സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തകന്. ഇന്നിപ്പോ വലിയ വാർത്തയോ ചർച്ചയോ ഒന്നും ആയിട്ടില്ല. മനോരമയുടെ ഒരു പ്രാദേശിക ലേഖകൻ കോൺഗ്രസ്സുകാരുടെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ പണം കൊടുക്കാത്തതിനെ തുടർന്ന് ജീവൻ ഒടുക്കുന്ന വാർത്ത വന്നു. നിങ്ങൾ എത്ര പേർ അറിഞ്ഞു? ഈ ചിത്രത്തിൽ കാണുന്ന ആനാട് ശശി നെടുമങ്ങാട് പ്രാദേശിക ലേഖകനാണ്. മനോരമയ്ക്ക് വേണ്ടിയും കോൺഗ്രസിന് വേണ്ടിയൊക്കെ ഒരുപാട് വാർത്ത സൃഷ്ടിച്ച മനുഷ്യനാണ്. ഒടുവിൽ കോൺഗ്രസ്സുകാരാൽ ചതിക്കപ്പെട്ട് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വാർത്താ വിസ്ഫോടനമാകേണ്ടതായിരുന്നു. പക്ഷേ ആ മാധ്യമ പ്രവർത്തകന് പോലും നീതി കൊടുക്കാൻ മനോരമയ്ക്കോ കേരളത്തിലെ മാധ്യമങ്ങൾക്കോ കഴിയുന്നില്ല. കാര്യം എങ്ങനെയും കോൺഗ്രസിനെ രക്ഷിച്ചെടുക്കുകയാണല്ലോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കോൺഗ്രസ്സുകാരാൽ പറ്റിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ, അവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും വലിയ വാർത്തയാക്കി ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പാടില്ലല്ലോ. എന്തായാലും ആനാട് ശശി കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തില് ഈ പറയുന്ന പ്രാദേശിക ലേഖകനായിട്ടുള്ള ശശി 1.62 കോടി രൂപ നിക്ഷേപിച്ചിരുന്നു. ഈ പണമാണ് അദ്ദേഹം തിരികെ ലഭിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് തകർന്നു, തിരിച്ചു തരാൻ നിവർത്തിയില്ല എന്ന നിലയ്ക്ക് ബാങ്കിന്റെ പ്രസിഡന്റ് കൂടി ഈ അടുത്ത ദിവസം കടക്കണിയിൽ മുങ്ങി എന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തപ്പോൾ അയാൾക്കൊപ്പം തന്നെ ഈ പറയുന്ന പ്രാദേശിക ലേഖകനും വഴിയാധാരമായി. അപ്പോ മക്കളെ പഠിപ്പിക്കാനും നിവർത്തിയില്ലാതെ, അല്ലെങ്കിൽ ആ കുടുംബത്തെ പോറ്റേണ്ട പൈസ മുഴുവൻ കോൺഗ്രസ്സുകാരുടെ അഴിമതിയിൽ കെടുകാര്യസ്ഥതയിൽ നഷ്ടപ്പെട്ടപ്പോൾ ഒരു പ്രാദേശിക ലേഖകന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നെങ്കിൽ അത് കേരളത്തിനൊരു വാർത്താ വിസ്ഫോടനമാകണ്ടേ? ഈ അടുത്ത കാലത്ത് നിങ്ങൾ തന്നെ ആലോചിക്കൂ. അഴിമതിക്കെതിരെ ഒരു പ്രതികരണത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത നവീൻ ബാബു എന്ന വ്യക്തിയുടെ പേരിൽ PP ദിവ്യ എന്നൊരു ഇടതുപക്ഷ നേതാവ് വേട്ടയാടപ്പെട്ടത് നിങ്ങൾ കണ്ടതാണ്. സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ഒരാൾ അഴിമതി നടത്തിയെന്ന് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പരസ്യമായി പ്രതികരിച്ചു എന്ന ഒറ്റ കാരണത്താൽ, ഇടതുപക്ഷത്തിന്റെ വരുംകാല നേതാവാണ് എന്ന ഒറ്റ കാരണത്താൽ വേട്ടയാടപ്പെട്ടു. മാധ്യമ വിചാരണയ്ക്കിരയായി സമാനതകളില്ലാത്ത രീതിയിൽ സമൂഹത്തിന്റെ മുന്നിൽ വേട്ടയാടപ്പെട്ടു. നോക്കിയേ, ഒരു മാധ്യമ പ്രവർത്തകന് തന്നെ കോൺഗ്രസ്സുകാരുടെ അഴിമതിയിൽ ജീവൻ ഒടുക്കേണ്ടി വന്നിട്ട് വയനാട് DCC ട്രഷറർ ആയിട്ടുള്ള വിജയനും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്തപ്പോൾ എങ്ങനെയാണോ കോൺഗ്രസിന്റെ MLA മാർക്കും കോൺഗ്രസിന്റെ DCC പ്രസിഡന്റിനും ഇവർ കവചമൊരുക്കിയത്, അതുപോലെ സ്വന്തം സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരന്റെ ജീവന് പോലും വില കൽപ്പിക്കാത്ത സാഹചര്യം ഉണ്ടാകുകയാണ്. എന്തൊരു അവസ്ഥയെന്ന് നോക്കിയേ. ഇത്രയും കാലം മനോരമ എന്ന ഒരു പത്രത്തിന്റെ പ്രിവിലേജ് വെച്ച് ഇതേ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പല വാർത്തകൾ സൃഷ്ടിച്ച വ്യക്തിയാണ്. കോൺഗ്രസ്സുകാർക്ക് വേണ്ടി നെടുമങ്ങാട് നിന്നൊക്കെ അദ്ദേഹം അവരെ കൂടുതൽ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ വേണ്ടി പല വാർത്തകൾ കൊടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള അടുപ്പം വെച്ചിട്ടാണ് ഈ മുണ്ടേല സഹകരണ ബാങ്കിൽ അദ്ദേഹം 1.5 കോടി രൂപ നിക്ഷേപിച്ചത്. ഏറ്റവും ഒടുവിൽ പണം തിരിച്ചു ചോദിച്ചപ്പോൾ കിട്ടിയ പണം മുഴുവൻ ദൂർത്തടിച്ചു. ഏതുപോലെ വയനാട് ഫണ്ട് കിട്ടിയപ്പോൾ എന്താണ് ചെയ്തത്? ദൂർത്തടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏത് ഫണ്ട് കിട്ടിയാലും അവരെ സംബന്ധിക്കുന്നിടത്തോളം മുക്കാനുള്ളതാണ്. അങ്ങനെയാണ് ഇതുപോലെ ഒരു പ്രാദേശിക ലേഖകന് ജീവൻ ഒടുക്കേണ്ടി വന്നത്. ചർച്ചയാകേണ്ടതല്ലേ? വാർത്താ വിസ്ഫോടനമാകേണ്ടതല്ലേ? ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും കയ്യിലുള്ള ഏത് സംവിധാനം, അത് സഹകരണ ബാങ്ക് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും സംവിധാനം ആയിക്കോട്ടെ, വയനാട് ഫണ്ട് ആയിക്കോട്ടെ, ഏത് കിട്ടിയാലും ഫണ്ട് മുക്കുക, ആ ഫണ്ട് തരുന്നവരെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തുക. പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഇതുപോലൊരു സഹകരണ ബാങ്കിന്റെ പേരിൽ വയനാട് പുൽപ്പള്ളി ബാങ്കുമായി ബന്ധപ്പെട്ട DCC ട്രഷറർ ആയിട്ടുള്ള വിജയന് അദ്ദേഹം ജീവൻ ഒടുക്കേണ്ടി വന്നത് ഇതുപോലെ ജോലി വാഗ്ദാനം ചെയ്ത് പലരുടെയും പണം തട്ടിയെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പഠിച്ചോ? ഇല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസ്സുകാർ ചെയ്യുന്ന ഇമാതിരി അഴിമതികൾ, അവർ നാട്ടുകാരുടെയും ഒപ്പം കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്നവരുടെ ഫണ്ടുകൾ ഇതുപോലെ കൊള്ളയടിച്ച് മനുഷ്യരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടുചെന്ന് സ്വയം ഒടുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. എന്നിട്ടും മനോരമയ്ക്ക് ആ യാഥാർത്ഥ്യം ജനങ്ങളോട് പറയാൻ നാവ് പൊന്തുന്നില്ല. ആ മനുഷ്യന്റെ ആത്മാവിന് നീതി ഉറപ്പിക്കാൻ മനോരമയ്ക്ക് കഴിയുന്നില്ല. പോയവരൊക്കെ പോയി. ഇനിയും കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ മനോരമയ്ക്കും കച്ചവടം ബലപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി കൂലിയെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ സ്വയം നശിച്ചാൽ ആ റിപ്പോർട്ടറോട് പോലും മനോരമ കാണിക്കുന്ന നെറുകേട് നാട്ടുകാർ കാണേണ്ടതുണ്ട്. ശശി എന്ന വ്യക്തി ഇന്നലകളിൽ ആർക്കു വേണ്ടിയാണോ പണിയെടുത്തത്, അവരാൽ ചതിക്കപ്പെട്ട് ഒരു പ്രാദേശിക ലേഖകൻ ജീവൻ ഒടുക്കിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ലെങ്കിൽ ഈ നാട്ടിലെ കൂട്ടുകച്ചവടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം തന്നെയാണ് ആനാട് ശശി എന്ന മാധ്യമ പ്രവർത്തകന്റെ ജീവൻ എന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ്.